ഇത്തവണ ഇടുക്കി മണ്ഡലത്തിൽ വലിയ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് NDAയുടെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭയാണ്. BDJസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും 100% വിജയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് യാതൊരു വികസനവുമില്ലാതെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. കാരണം കാൽ നൂറ്റാണ്ട് മുമ്പ് എങ്ങനെയായിരുന്നു അതിൽ ഒന്നുകൂടി രൂക്ഷമായ പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ ഇടുക്കിക്കൊരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ജനാധിപത്യ സഖ്യത്തിലേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റം കൊണ്ടുവരുവാൻ, വികസനം കൊണ്ടുവരുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ കഴിയുള്ളൂ. അതുകൊണ്ട് 100% ഇടുക്കിയിലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തോടു കൂടി നിൽക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. ഇപ്പോൾ പര്യടനത്തിനൊക്കെ പോകുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും അതാണ് സൂചിപ്പിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായിട്ട് ഇടുക്കി മണ്ഡലം LDFന്റെ പക്കത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ LDF മണ്ഡലം തിരിച്ചു പിടിക്കാൻ മുതിർന്ന നേതാവായ കോൺഗ്രസ് നേതാവിനെ നിർത്തിയിട്ടുണ്ട്. എങ്ങനെയാണ്, വെല്ലുവിളിയാവോ? ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരേ നാണയത്തിന് രണ്ട് മുഖങ്ങളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇടുക്കിയെ പ്രതിനിധാനം ചെയ്തിരുന്ന മന്ത്രിയായിരുന്ന ആള് എന്ന് പറയുമ്പോൾ അദ്ദേഹം 5 വർഷം മുമ്പ് 20 വർഷക്കാലം UDF മുന്നണിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ആ UDF മുന്നണിയുടെ ഭാഗമായി അദ്ദേഹം ഈ 20 വർഷക്കാലം ഇവിടെ ഭരിച്ചിട്ടും ഇവിടെ മാറ്റം വരുത്താൻ പറ്റിയില്ല. അതിനുശേഷം വീണ്ടും LDF മുന്നണിയിലേക്ക് വന്നു. LDF മുന്നണിയിൽ ഭരിച്ചിട്ടും അതിന് മാറ്റം വരുത്താൻ പറ്റിയില്ല. അപ്പോൾ 20 വർഷക്കാലം ഇതേ വ്യക്തിയെ കൊണ്ട് തന്നെ ഭരണം നടത്തിയ UDF മുന്നണിയുടെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ആൾക്ക് എങ്ങനെ നമുക്ക് ഇടുക്കിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും? 20 വർഷക്കാലം UDF മുന്നണിക്ക് അവസരം കൊടുത്തതിന് ശേഷമല്ലേ LDF മുന്നണിയിലേക്ക് അദ്ദേഹം പോയത്. അപ്പം ആ പോക്ക് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? UDF മുന്നണിയിൽ നിന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണല്ലോ അദ്ദേഹം പോയത്. പക്ഷെ വീണ്ടും LDF മുന്നണിയിൽ നിന്നപ്പോഴും അത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് LDF മുന്നണിക്കോ UDF മുന്നണിക്കോ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല. അതിൻ്റെ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം NDAയിലേക്കാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ 100% വിജയപ്രതീക്ഷയിലാണ്. കാരണം ജനങ്ങളത് ആഗ്രഹിക്കുന്നു. നിലവിലെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? രാഷ്ട്രീയ സാഹചര്യവും NDAയ്ക്ക് അനുകൂലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്: വികസനം, ആ നാടിൻ്റെ നന്മ, ജനങ്ങളുടെ സുരക്ഷിതത്വം. ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ രാഷ്ട്രീയത്തിന്, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന് കഴിയില്ലെങ്കിൽ ആ മാറ്റം വേണം. കാരണം ഈ ഭാരതം മുഴുവൻ അതാണല്ലോ സൂചിപ്പിക്കുന്നത്. അതായത് പല ഈ ഇടതുപക്ഷമൊക്കെ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ദീർഘകാലം ഭരിച്ചതിന് ശേഷം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പാടെ അവർക്കെതിരായി മാറി. കാരണം അവർ നടപ്പിലാക്കിയ പദ്ധതികളൊന്നും ജനക്ഷേമ പദ്ധതികളായിരുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഇവിടെ രാഷ്ട്രീയ സാഹചര്യം LDFനും UDFനുമുള്ള വിളനിലമായിരുന്നുവെങ്കിൽ ആ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് മുന്നണികൾക്കും യാതൊരു തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്യുവാനോ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കുവാനോ സാധിക്കില്ല. ഇനിയൊരു മാറ്റം, അതായത് ഭാരതം മുഴുവൻ വികസനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ നയങ്ങൾ, ആ വികസന നയങ്ങൾ കേരളത്തിലേക്ക്, ഇടുക്കിയിലെ മണ്ണിലേക്ക് വരാൻ പോവുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം വികസനം ആഗ്രഹിക്കാത്ത ജനങ്ങളില്ലല്ലോ. കാരണം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുവാൻ പറ്റാത്തത് കൊണ്ട് എത്രയോ യുവജനങ്ങളാണ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിദേശത്തേക്ക് പോകുന്ന യുവജനങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ്. കാരണം കേരളത്തിൽ നിന്ന് യുവജനങ്ങളെ കാണാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി തേടി, തൊഴിൽ തേടി, ജീവിത സാഹചര്യം തേടി വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ മുഴുവൻ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വരണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയങ്ങൾ ഈ ഇടുക്കിയിലും കേരളത്തിന് മണ്ണിൽ നടപ്പിലാക്കിയാൽ ഇവിടെ കേരളം വളരെ വികസിതമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് 100% ഞങ്ങൾ വിജയപ്രതീക്ഷയിലാണ്. ഇടുക്കിയിൽ ഇനി വികസനത്തിന്റെ ഒരു കാര്യമില്ല എന്നാണ് LDFന്റെ ഒരു വാദം. പൂർണ്ണമായി വികസനം നടപ്പിലാക്കി എന്നാ പറയുന്നത്. അല്ല, അവരുടെ വികസന കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം അവരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാരണം LDFന്റെ വികസന കാഴ്ചപ്പാട് നമുക്കറിയില്ല. പക്ഷേ ഇടുക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇടുക്കിക്കാരനാണ്, ഇടുക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാൽ നൂറ്റാണ്ടായിട്ട് യാതൊരു വികസനവും ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം നമുക്കറിയാം, ലോക ഭൂപടത്തിൽ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. ആ ഇടുക്കിയിലേക്ക് ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കൊരു പ്രാഥമിക സൗകര്യങ്ങൾ പോലും, വാഹനം പാർക്ക് ചെയ്യുന്നതിനോ ഇല്ലെങ്കിൽ പ്രാഥമിക കാര്യങ്ങൾ നടത്തുന്നതിന് പോലും ഒരു സൗകര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കർഷകരുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലേ വികസനം നടപ്പാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിർമ്മാണ നിരോധനം പിൻവലിക്കപ്പെട്ടാൽ മാത്രമേ ഇവിടെ വികസനം നടപ്പിലാവുകയുള്ളൂ. അപ്പോൾ യാതൊരു തരത്തിലും കലിങ്ക് പണിയുന്നതോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇത് ചെയ്യുന്ന അല്ല വികസനം. ഇവിടെ വ്യവസായങ്ങൾ വരണം, ടൂറിസത്തിലൂടെ ടൂറിസം കൊണ്ടുവരണം. അതിലൂടെയൊക്കെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉയരും. അപ്പോൾ ആ സമ്പദ് വ്യവസ്ഥ ഉയരുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യവസായം ഇല്ലെങ്കിൽ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായം എന്തെങ്കിലും സർക്കാർ ഏതോ തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അപ്പോൾ തന്നെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല. അവരുടെ വികസന കാഴ്ചപ്പാട് ജനങ്ങളുടെ മനസ്സിലുള്ള വികസനം അവരുടെ മനസ്സിലില്ലാത്തതുകൊണ്ടാണ് അവർ വികസനം നടന്നു എന്ന് പറയുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ
സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പറയുന്നത് യാതൊരു വികസനവും നടന്നിട്ടില്ല എന്നാണ്. കാരണം ഏറ്റവും ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് പോലെ ദുരവസ്ഥയിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഈ ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടാവില്ല. കാരണം അത്രമാത്രം ദുരവസ്ഥയിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ വികസനം സാധ്യമായാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വികസനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വികസനം എന്നവർ പറയുന്ന വികസനം തുടരുമെന്നൊക്കെ പറയുന്നത് വികസനത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടാണ്. കാരണം സാധാരണ എന്ത് വികസനം ഇവിടെ വന്നാലും വ്യവസായങ്ങൾ വന്നാലും അതിൻ്റെ കടയ്ക്കൽ വാള് വയ്ക്കുന്ന സ്വഭാവമാണല്ലോ ഇടതുപക്ഷത്തിനുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്ന വികസനം എന്ന് പറയുന്നത് അവരെ അത് ഭരിക്കുന്ന നേതാക്കളുടെ പോക്കറ്റിൻ്റെ വികസനമാണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് വികസനം തുടരാമെന്ന് അവർ പറയുന്നത്. പൂർണ്ണ വിജയ പ്രതീക്ഷയാണ് 100%. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കുവാൻ ജനങ്ങളോടൊപ്പം നിൽക്കുവാനായിട്ട് ദേശീയജനാധിപത്യ സഖ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 100% വിജയപ്രതീക്ഷയിൽ. അത് തന്നെയല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണമുണ്ട്. ഇടുക്കി മാറണം. ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇടുക്കിയുടെ മാറ്റമാണ്, വികസനത്തിലേക്കുള്ള മാറ്റമാണ്. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് 100% വിജയപ്രതീക്ഷയിലാണ്. കാരണം ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇടുക്കിയിലെ ജനതയെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ഇരുമുന്നണികളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ചിന്നാർ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇന്ദുമുന്നണിയാണല്ലോ, ഒരേ മുന്നണിയുടെ ഭാഗങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഈ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് അവരൊന്ന് യുദ്ധം ചെയ്യുന്നത്? ഇത് പൊള്ളയെ വാഗ്ദാനങ്ങൾ നൽകി. അത് ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ച് ശരിയാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരാൾ ഇപ്പോൾ ഈ വർഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലാണ് ഇവിടുത്തെ ഒരാൾ LDF ആണോ UDF ആണോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഇരു മുന്നണികളും ഈ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ ഭാഗമാണ്. വികസനം എന്ന് പറയുന്നത് LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലെക്സുകളിൽ മാത്രം ഒതുങ്ങുന്ന വികസനം. കാരണം ഒരു റോഡിൻ്റെ ഉദ്ഘാടനമൊക്കെ ആ റോഡിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നേ ഉദ്ഘാടനം ചെയ്യും. ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കിത് പണിത റോഡാണെന്ന് പോലും അറിയാൻ പറ്റാത്ത. അപ്പോൾ അതുകൊണ്ട് അവരുടെ വികസന കാഴ്ചപ്പാടിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇടുക്കി വികസിച്ചു എന്നവർ പറയുന്നത്. ഇടുക്കിയിലേക്ക് ഒരു വികസനവും കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇടുക്കിയുടെ മണ്ണിലേക്ക് വികസനം അടുത്ത 5 വർഷം കൊണ്ട് ഇടുക്കിയുടെ മണ്ണിലേക്ക് വികസനം ദേശീയ ജനാധിപത്യ സഖ്യം കൊണ്ടുവരും. കേന്ദ്ര സർക്കാരിൻ്റെ അനവധിയായ പദ്ധതികൾ ഇടുക്കിയുടെ മണ്ണിൽ നടപ്പിലാക്കും. അതിലൂടെ വികസിതമായ ഇടുക്കിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യം. അതിന് തീർച്ചയായും ഇടുക്കിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഞങ്ങളോടൊപ്പം നിൽക്കും, ഞങ്ങളെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇടുക്കിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് NDAക്ക് നടപ്പിലാക്കാൻ കഴിയൂ എന്നാണ് NDAയുടെ വാദം. ഏതായാലും എല്ലാവിധ വിജയപ്രതീക്ഷയാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭയ്ക്കുള്ളത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.